ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഭയുടെ ഉൽപ്രാവണമെന്ന അനുഗ്രഹീതമായൊരു വിഷയം പഠിക്കുവാൻ നമുക്ക് ദൈവം തന്ന ഈ അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ സഭ മഹാപീഡനത്തിന് മുമ്പ് എടുക്കപ്പെടും എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് നമുക്ക് പരിശോധിക്കാൻ കഴിഞ്ഞത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സഭയുടെ ഉൽപ്രാവണത്തെ ആധാരമായിരിക്കുന്ന വേദാധാരങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ എന്നുള്ള വിഷയമാണ്. ദ ബിബ്ലിക്കൽ റെഫറൻസ് കണക്റ്റിംഗ് ദ റാപ്ചർ ഓഫ് ദ ചർച്ച്. അതിലാദ്യമായി നമ്മൾ ചിന്തിക്കുന്നത് ദ മീനിങ് ഓഫ് ദ വേർഡ് റാപ്ചർ. സഭയുടെ ഉൽപ്രാവണം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കാൻ പോകുന്നത്. ഈ റാപ്ചർ എന്ന വാക്ക് റാപ്റ്റസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നുണ്ടായതാണ്. ആ വാക്കൊരിക്കലും വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. റാപ്ചർ എന്നൊരു വാക്ക് വേദപുസ്തകത്തിലില്ല. ഇപ്പോൾ വേദപുസ്തകത്തിലില്ലാത്ത ഒരു വാക്ക് ഉപയോഗിച്ച് ഒരു ദുരുപദേശം സ്ഥാപിക്കുന്നു എന്നാണ് സഭയുടെ ഉൽപ്രാവണത്തെ എതിർക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ഈ റാപ്ചർ എന്ന വാക്ക് നമ്മൾ സഭയുടെ എടുക്കപ്പെടലിനോട് ബന്ധപ്പെട്ട് പറയാനുള്ള കാരണം, ഈ വാക്കിനോട് താരതമ്യം ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇതേ വാക്കിൻ്റെ അതേ അർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് വാക്ക് സഭയുടെ എടുക്കപ്പെടലിനോട് ബന്ധപ്പെട്ട് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്ക് ഹർപ്പാസോ എന്ന വാക്കാണ്. ഹർപ്പാസോ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് സഡൻ സൂപ്പർ നാച്ചുറൽ ക്യാച്ചിങ് അപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം. അതിൻ്റെ മലയാള അർത്ഥം, നിഘണ്ടുവിലുള്ള അർത്ഥമെന്ന് പറയുന്നത് അസാധാരണ വേഗതയിൽ അഭൗമിക ശക്തിയാലുള്ള എടുക്കപ്പെടൽ എന്നുള്ളതാണ്. അപ്പോൾ പിടിച്ചുകൊണ്ട് പോകുക, അപ്രതീക്ഷിതമായി പിടിച്ചെടുക്കുക, പെട്ടെന്ന് എടുത്തു കളയുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ഈ ഹർപ്പാസോ എന്ന വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് റാപ്ചർ എന്ന വാക്കിൻ്റെ ശരിയായ ആ റാപ്റ്റിസോ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ ലാറ്റിൻ പദത്തിൻ്റെ അതേ അർത്ഥം വരുന്ന വാക്കാണ് ഹർപ്പാസോ എന്ന് പറയുന്നത്. അത് പുതിയ നിയമത്തിൽ പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റാപ്ചർ എന്നുള്ള വാക്ക് വാസ്തവത്തിൽ നമ്മൾ എടുക്കുവാനുള്ള കാരണം. അതിലാദ്യമായ ആ വാക്ക് നമ്മൾ കാണുന്നത് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യമാണ്. ഫസ്റ്റ് തെസ്സലോനിയൻ ചാപ്റ്റർ 4 വേഴ്സ് 17 and 18 വി ക്യാൻ സീ ദ ഫസ്റ്റ് റെഫറൻസ് അബൌട്ട് ദി ഹർപ്പാസോ. അവിടെ നമ്മൾ വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇവിടെ എടുക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് ഹർപ്പാസോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ശരിയായ ഇംഗ്ലീഷ് പരിഭാഷ എന്ന് പറയുന്നത് വി ഷാൽ ബി കോട്ടപ്പ്, നാം എടുത്തുകൊള്ളപ്പെടും എന്നാണ് ശരിക്കും ആ വാക്കിൽ നിന്ന് പറയേണ്ടത്. ഇപ്പോൾ ഹർപ്പാസോ എന്ന വാക്ക് ഇവിടെ കർത്താവിൻ്റെ മടങ്ങിവരവിൽ സഭ ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നതിനോട് ബന്ധപ്പെട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ സ്വർഗത്തിലേക്ക് തനിയെ പോവുക എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എടുക്കപ്പെട്ടു. അഭൗമിക ശക്തിയാൽ നമ്മളെ ഭൂമിയിൽ നിന്ന് എടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ വാക്ക് രണ്ടാമത് വരുന്ന പദം പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യമാണ്. ആക്ട്സ് ചാപ്റ്റർ 8 വേഴ്സ് 39 വി ക്യാൻ സീ ദ സെക്കൻഡ് റെഫറൻസ് അബൌട്ട് ദ ഹർപ്പാസോ. അവിടെ നമ്മൾ വായിക്കുന്നത്, അവിടുത്തെ സംഭവം നമുക്കറിയാം. എത്യോപ്യക്കാരനായ ധനകാര്യമന്ത്രിയോട് ഫിലിപ്പോസ് സുവിശേഷം അറിയിക്കുന്നു. ആ സുവിശേഷം കേട്ടിട്ട് അദ്ദേഹം രക്ഷ പ്രാപിച്ച് സ്നാനപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ വെള്ളമുള്ളൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് സ്നാനപ്പെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ ഫിലിപ്പോസും ഷണ്ഡനും ഒരുമിച്ച് വെള്ളത്തിലിറങ്ങി അവർ സ്നാനം നടത്തി. അതിനുശേഷം നമ്മൾ വായിക്കുന്നത്, അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. അവിടെ ഹർപ്പാസോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ചുകൂടെ ആശയം വ്യക്തമാകുകയാണ്. എടുക്കപ്പെടും എന്നാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ കണ്ടത്. എടുക്കപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. നമ്മൾ ഒരാളെ എടുത്തു എന്ന് പറഞ്ഞാൽ
നമ്മൾ സ്വയം എടുത്തു എന്നല്ല, നമ്മളെ മറ്റൊരാൾ എടുക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വാക്യം, അതായത് പ്രവൃത്തികളുടെ പുസ്തകം 8:31 വായിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എടുക്കപ്പെടുന്നതെന്നാണ് ഫിലിപ്പോസിൻ്റെ സംഭവത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ സഭയെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്ന് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, അതിനോട് തുല്യമായി വെളിപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു വാക്യമാണ് റോമാലേഖനം 8-ാം വാക്യം. അവിടെ വായിക്കുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ. ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്നാണ് നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരവും ദൈവത്തിൻ്റെ ആത്മാവും നിങ്ങൾ വസിക്കുന്ന അറിയുന്നില്ലയോ എന്ന് സഭയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമായ നമ്മുടെ ശരീരത്തെ നമ്മുടെ ദൈവത്തിൻ്റെ മന്ദിരമാക്കി ദൈവത്തിൻ്റെ അത്യന്ത ശക്തി ആകുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയാണ്. ഇനി അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന്, റോമർ 8:11 നമ്മൾ വായിക്കുന്നത്, റോമൻസ് ചാപ്റ്റർ 8:11. ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ, അതായത് പിതാവായ ദൈവം, നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കല്ലറയിൽ മണ്ണോട് മണ്ണ് ചേർന്ന ഒരു മനുഷ്യ ശരീരത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന പ്രക്രിയ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവുള്ള രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും ശരീരം ഉയർത്തെഴുന്നേൽക്കും. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നാണ് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അവിടെ എടുത്തുകൊണ്ടുപോയി എന്ന് പറയുന്ന ആ വാക്കിന് ഹർപ്പാസോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമത് നമ്മൾ കാണുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം 2-ാം വാക്യം, 2 Corinthians chapter 12 verse 2. അവിടെ പൗലോസ് 14 സംവത്സരങ്ങൾ മുമ്പ് കണ്ട ഒരു ദർശനത്തെക്കുറിച്ച് പറയുകയാണ്. ഈ ദർശനവും സ്വപ്നവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഒരു വാക്കിലൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആളുകൾക്കിടയിൽ അതിനെക്കുറിച്ചൊരു തെറ്റിദ്ധാരണയുണ്ട്. സ്വപ്നമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സദൃശവാക്യം കൂടെ ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ, ഡീപ്പ് സ്ലീപ്പ്, ശരിയായ ആഴത്തിലുള്ള ഉറക്കത്തിൻ്റെ ഒരു തെളിവാണ് യഥാർത്ഥത്തിൽ സ്വപ്നം കാണുക എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ സ്വപ്നങ്ങളിലൂടെ വേദപുസ്തകം പൂർണ്ണമാക്കപ്പെടുന്നതിന് മുമ്പ് സ്വപ്നങ്ങളിലൂടെ ദൈവം സംസാരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദർശനങ്ങളിലൂടെ ദൈവം സംസാരിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇന്ന് വേദപുസ്തകം പൂർണ്ണമാക്കപ്പെട്ടതുകൊണ്ട് എഴുതപ്പെട്ട തിരുവെഴുത്തുകളിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഇന്ന് പ്രത്യേകമായുള്ള ദർശനങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. എന്നാൽ വിഷൻ എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു ശരിയായ ബോധത്തിൽ നമ്മൾ നഗ്നനേത്രങ്ങളോടുകൂടെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒരു സ്ക്രീനിൽ ഒരു ഫിലിം നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ. ഇപ്പം വെളിപ്പാട് പുസ്തകം യോഹന്നാന് എഴുതുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഒരു പ്രൊജക്ടറിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത് പോലെ ദൈവം യോഹന്നാൻ്റെ മുമ്പിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രദർശിപ്പിച്ച് കാണിക്കുകയായിരുന്നു. അതിനാണ് വിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം 14 സംവത്സരം മുമ്പ് കണ്ടൊരു വിഷനാണ്, ഒരു ദർശനമാണ് ഇവിടെ പറയുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. തന്നിലുള്ള ആത്മീക മനുഷ്യനെക്കുറിച്ചാണ് പൗലോസ് അത് പറയുന്നത്. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഈ 3-ാം സ്വർഗം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയാണെന്നാണ് പൊതുവെ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇനി അടുത്ത വാക്ക് പൗലോസ് പറയുന്നത്, ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയൊന്നും ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. ഇപ്പോൾ സ്വർഗത്തിലേക്ക് താൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു ദർശനമാണ് ഇവിടെ വാസ്തവത്തിൽ പൗലോസ് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ എന്ന് അറിയുന്നില്ല എന്ന് പറയുകയാണ്. ഇവിടെ എടുക്കപ്പെട്ടു എന്ന വാക്കിന് ഹർപ്പാസോ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പൗലോസ് ഈ ദർശനം കാണുമ്പോൾ അദ്ദേഹത്തിന് ശരീരത്തോടു കൂടെയാണോ കൂടാതെയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ അറിവില്ല. അത് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ കർത്താവിൻ്റെ കാഹളം നനിക്കുമ്പോൾ നമ്മൾ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ തന്നെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്.
നാലാമത്തെ വാക്യം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ്. റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 5. അവിടെ നമ്മൾ വായിക്കുന്നത് ഈ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം എന്ന് പറയുന്നത് ഇസ്രയേലിനെയും ക്രിസ്തുവിനെയും കുറിച്ച് പറയുന്ന വളരെ മനോഹരമായ, അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ഭാവികാല സംഭവങ്ങളെ സംബന്ധിച്ച് പറയുന്ന ദ ഹിസ്റ്ററി ഓഫ് ഇസ്രയേൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇസ്രയേലിൻ്റെ ചരിത്രം, പ്രവചനപരവും ചരിത്രപരവുമായ ഒരു വിഷയം അവതരിപ്പിക്കുന്ന മനോഹരമായൊരു അധ്യായമാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. അതിൽ 12-ന്റെ 1 നമ്മൾ വായിക്കുന്നത് സൂര്യനെ അണിഞ്ഞ സ്ത്രീ. അതിനെക്കുറിച്ച് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ക്രൈസ്തവ മണ്ഡലത്തിലുണ്ട്. എന്നാൽ വേദപുസ്തകം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രയേലിനെ കുറിച്ചാണ്. കാരണം യോസഫ് കാണുന്ന ഒരു ദർശനത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവനെ നമസ്കരിക്കുന്നു, അവൻ്റെ പിതാക്കന്മാർ, അവൻ്റെ പിതാവും ആ കുടുംബവും അവനെ നമസ്കരിക്കുന്നു എന്നുള്ള ഒരു ദർശനം അദ്ദേഹത്തെ കണ്ടപ്പോൾ അവിടെ ഉപയോഗിച്ചൊരു വാക്കാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾ. യാക്കോബിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് സൂര്യനെ ധരിച്ച ഒരു സ്ത്രീ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൊതുവെ ഇസ്രയേലിനെ കുറിച്ചാണ് എന്നാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ അവൻ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആട്ടിൻകുട്ടിയെ പ്രസവിച്ചു. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്ക് അധികം വ്യാഖ്യാനങ്ങളില്ലാതെ പെട്ടെന്ന് മനസ്സിലാകും. കാരണം റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ജഡപ്രകാരം ക്രിസ്തുവും നിങ്ങളിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ യഹൂദന്മാരിൽ നിന്നാണല്ലോ ഉത്ഭവിച്ചത്. അവൻ സകല ജാതികളെയും എന്നുള്ളിടത്ത് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദ ഹോൾ നേഷൻസ് എന്നാണ്. സകല രാജ്യങ്ങളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ, അല്ലെങ്കിൽ ഭരിപ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തു ജനിക്കുമ്പോൾ, ബേത്ലഹേമിൽ ജനിക്കുമ്പോൾ, കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്ന് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? കർത്താവ് രാജാവായി പിറന്നവനാണ്. എന്നാൽ തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്. ഒരു രാജ്യത്തിൻ്റെ രാജാവായിട്ടാണ് അവൻ ജനിച്ചതെങ്കിലും ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് അവിടെ അവൻ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരാൺകുട്ടിയെ പ്രസവിച്ചു. എന്നാൽ മെശിഹയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഇസ്രയേൽ പ്രതീക്ഷിച്ചതുപോലെയല്ല മെശിഹ ലോകത്തിൽ വന്നത്. അതുകൊണ്ട് അവർക്കവനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കർത്താവ് ലോകത്തിൽ വന്നത് ലോകത്തിലെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. തൻ്റെ ജഡധാരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാപങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അത് യഹൂദനെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത് മശീഹ ലോകത്തിലേക്ക് മടങ്ങി വരും, ഇസ്രയേൽ ആസ്ഥാനമായി അദ്ദേഹം താമസിച്ചുകൊണ്ട് അദ്ദേഹം ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കും, അന്ന് യഹൂദന്മാർക്ക് ലോകത്തിൽ ഭരണപങ്കാളിത്തം ഉണ്ടാകും എന്നാണ് അവർ പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ക്രിസ്തുവിൻ്റെ ലോകത്തിലേക്കുള്ള ആദ്യ പ്രവേശനത്തെ സംബന്ധിച്ച് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 1:12 നമ്മൾ വായിക്കുന്നത്, അവിടെ എൻ്റെ മുകളിൽ വായിക്കുന്നവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അടുത്ത വാക്ക്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. അതായത് ലോകത്തിൽ യഹൂദ മതത്തിൻ്റെ നടുവിലേക്കാണ് കർത്താവ് വന്നത്. എന്നാൽ യഹൂദൻ കർത്താവിനെ സ്വീകരിച്ചില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനായിട്ട് ദൈവം അധികാരം കൊടുത്തു. അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സഭ ഈ ലോകത്തിലുണ്ടായത്. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നവൻ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആട്ടിൻകുട്ടിയെ പ്രസവിച്ചു. അടുത്ത വാക്ക്, കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അസെൻഷൻ, അല്ലെങ്കിൽ സ്വർഗാരോഹണത്തോട് ബന്ധപ്പെട്ട് പറയുന്ന വാക്കാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റിട്ട് കർത്താവ് ഉടനെ സ്വർഗത്തിലേക്ക് പോയില്ല. 40 ദിവസത്തോളം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് അവൻ പ്രത്യക്ഷപ്പെട്ടു, അവരോട് കൂടെ നടന്നു, അവരോട് സംസാരിച്ചു, ഉപദേശങ്ങൾ കൊടുത്തു. കർത്താവിൻ്റെ സഭയെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ, സുവിശേഷീകരണത്തിൻ്റെ കാര്യങ്ങളും ആ കമാൻഡൊക്കെ കർത്താവ് കൊടുക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ്. 40 ദിവസം കർത്താവ് ഈ ഭൂമിയിലുണ്ടായിരുന്നു. ആ 40 ദിവസത്തിൻ്റെ ഒടുവിൽ പ്രവൃത്തിയുള്ള പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുകയാണ്. അങ്ങനെ അവൻ ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവൻ്റെ അടുക്കൽ നിന്നിരുന്ന, താഴെ നിന്നിരുന്ന ശിഷ്യന്മാരത് കാണുകയാണ്. കർത്താവ് ഇങ്ങനെ ആകാശത്തിലേക്ക് കരേറി പോകുന്നത്, മേഘങ്ങൾ അവനെ മറയ്ക്കുന്നത് അവിടെ ശിഷ്യന്മാർ കാണുകയാണ്. അവിടെ ശിഷ്യന്മാരുടെ അടുക്കൽ നിന്ന് ദൂതന്മാർ അവരോട് ചോദിക്കുന്നുണ്ട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നെന്ന് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനായ യേശു അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ
ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അല്ലെ രൂപാന്തരം പ്രാപിച്ച് ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടാൻ പോവുകയാണ്. ഇവിടെ പെട്ടെന്ന് എടുക്കപ്പെട്ടു. അവൻ്റെ കുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന ആ പെട്ടെന്ന് എടുക്കപ്പെട്ടു എന്ന് പറയുന്ന വാക്ക് അവിടെ ഹർപ്പാസോ എന്ന വാക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ റാപ്ചർ എന്ന വാക്കിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കാനുള്ള. വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഈ 4 വാക്യങ്ങൾ അത് ഒതുക്കുകയാണ്. അടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സഭയുടെ ഉൽപ്രാവണത്തെക്കുറിച്ച് വിശദമാക്കുന്ന വേദഭാഗങ്ങൾ, ദ വേഴ്സസ് കണക്റ്റഡ് വിത്ത് ദ റാപ്ചർ ഓഫ് ദ ചർച്ച്. നമ്മൾ മെശിഹയുടെ മടങ്ങി വരവിനെ സംബന്ധിച്ച് പഴയ നിയമത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് റാപ്ചറിന് വേണ്ടിയുള്ള വരവല്ല, കർത്താവിൻ്റെ മടങ്ങി വരവിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് അവൻ്റെ മഹത്വ പ്രത്യക്ഷത, അതാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് സഭയോട് കൂടിയുള്ള വരവാണ്. അതാണ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് നിലയിൽ പഴയ നിയമത്തിലുടനീളത്തിൽ പറഞ്ഞിരിക്കുന്നത് മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചാണ്. സഭയ്ക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ മടങ്ങി വരവ് പുതിയ നിയമത്തിൽ മാത്രം പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ആ മഹത്വ പ്രത്യക്ഷതയെ സംബന്ധിച്ച് 1800-ലധികം വാക്യങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ കർത്താവിൻ്റെ മടങ്ങിവരവിന് 2 ഭാഗങ്ങളുണ്ടെന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നു. അതിലൊന്ന് സഭയ്ക്ക് വേണ്ടിയുള്ള വരവാണ് മധ്യാകാശത്തിൽ, 2 സഭയോടുകൂടെ ഭൂമിയിലേക്ക് വരുന്നു, അത് മഹത്വ പ്രത്യക്ഷതയാണ്. ആ 2 കാര്യങ്ങൾ ചേർത്ത് 300-ലധികം വാക്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ഇനി പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ മഹത്വ പ്രത്യക്ഷതയോട് ബന്ധപ്പെട്ടത് ഗ്ലോറിയസ് അപ്പിയറൻസ് എന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് 100-ലധികം വാക്യങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ റാപ്ചറിനോട് ബന്ധപ്പെട്ട്, അതായത് സഭയുടെ ഉൽപ്രാവണത്തോട് ബന്ധപ്പെട്ട് 25ഓളം വാക്യങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. ആ 25 വാക്യങ്ങളെ, അതായത് റാപ്ചർ എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം, മഹത്വ പ്രത്യക്ഷത എന്നുള്ള വിഷയം നമ്മളിപ്പോൾ എടുക്കുന്നില്ല. റാപ്ചർ എന്നുള്ള വിഷയം നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉൽപ്രാവണം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ, ആ 25 വാക്യങ്ങളെ 5 പ്രധാനപ്പെട്ട കാറ്റഗറിയായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. അതിലൊന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പ്ലെയിൻ വേഴ്സസ്, അതായത് വ്യക്തമായ തെളിവോടെ ഉൽപ്രാവണത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. അത് 5 വാക്യങ്ങളാണ്. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം, ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 1-3. 2, ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-21, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 20 and 21. 3, 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18, ഫസ്റ്റ് തെസ്സലോനിയൻ ചാപ്റ്റർ 4 വേഴ്സ് 13-18. 4-ാമത്തേത് 1 കൊരിന്ത്യർ 15-ന്റെ 51-52, ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 15 വേഴ്സ് 51 and 52. 5-ാമത്തെ വാക്യം എന്ന് പറയുന്നത് തീത്തോസ് 2:3, ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 13. ഇത്രയും 5 വാക്യങ്ങളാണ് വ്യക്തമായ തെളിവോടുകൂടെ ഈ റാപ്ചറിനെ കുറിച്ച് പറയുന്നത്. ഈ വാക്യങ്ങളാണ് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് പാസേജസ് ആണ്, അല്ലെങ്കിൽ ഈ മുകളിൽ പറഞ്ഞ 5 വാക്യങ്ങളെ സാധൂകരിക്കുന്ന ചില വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ 1 തെസ്സലോനിക്കർ 1:10, 1 തെസ്സലോനിക്കർ 5:2 മുതൽ 9 വരെയുള്ള വാക്യം, 2 തെസ്സലോനിക്കർ 2:1, കൊലോസ്യർ 3:4, 1 യോഹന്നാൻ 3:2, എബ്രായർ 9:28, യാക്കോബ് 5:7-8. ഇതൊക്കെയാണ് സപ്പോർട്ടിംഗ് വേഴ്സസ് ആയിട്ട് നമുക്ക് റാപ്ചറിനെ കുറിച്ച് കാണാൻ സാധിക്കുന്നത്. 3-ാമത്തെ ഭാഗമെന്ന് പറയുന്നത് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ചില 2 സുപ്രധാനമായ വേദഭാഗങ്ങളുണ്ട്. സഭയെ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന നിലയിൽ സംബോധന ചെയ്ത് പറഞ്ഞിരിക്കുന്ന 2 വേദഭാഗങ്ങൾ. അതിലൊന്ന് എഫേസു ലേഖനം 5:25-27 വരെയുള്ള വാക്യമാണ്. അവിടെ സഭയെ സ്വർഗത്തിൽ കർത്താവ് കൊണ്ടുപോയി പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വിശുദ്ധീകരിച്ച് കറയും ചുളുക്കൊന്നും കൂടാതെ തേജസ്സോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നു എന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 7-8 വാക്യം നമ്മൾ വായിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നല്ലോ, അവരുടെ കാന്തയിൽ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവളെ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യം
വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മൂന്നാമതായിട്ട് നമുക്ക് കാണുന്ന, അതായത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തോട് പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ മടങ്ങിവരവിനെ സംബന്ധിച്ചുള്ള വേദഭാഗമാണ്. 4-ാമത്തെ ഭാഗമെന്ന് പറയുന്നത് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. വാച്ച്ഫുൾനെസ് ആൻഡ് സഡൻ കമ്മിങ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് എപ്പോൾ സംഭവിക്കുമെന്ന് അറിയായതുകൊണ്ട് ഉണർന്നിരിക്കണം, അല്ലെങ്കിൽ കാത്തിരിക്കണം, തല ഉയർത്തണം എന്നൊക്കെ പറയുന്ന 3 വേദഭാഗങ്ങളുണ്ട്. അതിലൊന്ന് മത്തായി സുവിശേഷം 24:42 മുതൽ 44 വരെയുള്ള വാക്യം, ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 37 വരെയുള്ള വാക്യം. അടുത്തത് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഉൽപ്രാവണത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ചില സാദൃശ്യങ്ങൾ. അത് പ്രധാനമായും പഴയ നിയമത്തിൽ നിന്നാണ് നമ്മൾ ആളുകൾ പഠിപ്പിക്കുന്നത്. അതിലൊന്ന് ഉൽപ്പത്തി പുസ്തകം 5:24, ജെനസിസ് ചാപ്റ്റർ 5:24. അവിടെ ഹാനോക്കിൻ്റെ എടുക്കപ്പെടലിനെ സഭയുടെ ഉൽപ്രാവണത്തോട് ബന്ധപ്പെട്ട് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി എന്ന് പറയുന്ന, അത് റാപ്ചറിനോട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമായിട്ടാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. രണ്ടാമത് ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ കാണുന്ന നോഹയുടെ കുടുംബത്തിൻ്റെയും രക്ഷ, ലോകത്തിൽ വരാൻ പോകുന്ന വലിയ ന്യായവിധിയിൽ നിന്ന് നോഹയും കുടുംബത്തെയും ദൈവം രക്ഷിക്കുന്നു. അത് പെട്ടകത്തിലൂടെ ദൈവം രക്ഷിക്കുന്നത് റാപ്ചറിൻ്റെ ഒരു നിഴലായിട്ട് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കാറുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ സംബന്ധിച്ച് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നത് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്ന സമയത്ത് നോഹയുടെ കാലം പോലെ തന്നെ ലോകം വഷളത്വത്തിലേക്ക് നീങ്ങും, ഏറ്റവും ദയനീയമായ സാഹചര്യത്തിലേക്ക് പോകും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോഹയുടെ കാലത്ത് അങ്ങനെ വഷളത്വം നിറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നിന്ന് നോഹയും കുടുംബത്തെ രക്ഷിച്ചു എന്നുള്ളതൊരു കാര്യമാണ്. അത് മാത്രമല്ല കർത്താവ് ചെയ്തത്, ആ ജനസമൂഹത്തെ മുഴുവൻ ന്യായം വിധിക്കുകയായിരുന്നു. അതുപോലെ നോഹയുടെ കാലത്ത് കർത്താവിൻ്റെ സഭയെ വരാൻ പോകുന്ന വലിയ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ലോകത്തിന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ച പോലെ 7 വർഷം നീണ്ട കഠിനമായ മഹാപീഡനമെന്ന് അറിയപ്പെടുന്ന, യാക്കോബിൻ്റെ കഷ്ടകാലം എന്നറിയപ്പെടുന്ന ആ മഹാപീഡന കാലം ലോകത്തുണ്ടാകും. എല്ലാ മലയും സ്വസ്ഥാനത്ത് നിളകുന്ന, സൂര്യൻ കത്തിജ്വലിച്ചിട്ട് മനുഷ്യശരീരം വെന്തുപോകുന്ന മാരകമായ രോഗങ്ങൾ, മഹാരോഗങ്ങൾ, ഇൻക്യൂറബിൾ ഡിസീസസ് ബാധിക്കുന്ന, കാട്ടുമൃഗങ്ങൾ പോലും ഇറങ്ങി മനുഷ്യനെ കൊന്നുകളയുന്ന, മനുഷ്യമരണം എന്ന് പറയുന്നത് ഒരു ഭയാനകമായ അവസ്ഥയായിട്ട് മുന്നോട്ട് പോകുന്ന, എതിർക്രിസ്തു ലോകത്തിൻ്റെ ഭരണമേറ്റെടുക്കുന്ന ആ 7 വർഷത്തെ ഭരണകാലഘട്ടം ലോകത്തോട് ദൈവം ന്യായം വിധിക്കുന്ന കാലഘട്ടമാണ്. അത് നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ 7 മുദ്രകൾ പൊട്ടിക്കുമ്പോഴുള്ള ന്യായവിധി, 7 കാഹളങ്ങൾ ഊതുമ്പോഴുള്ള ന്യായവിധി, പിന്നീട് നമ്മൾ കാണുന്നത് 7 ക്രോധകലശ ന്യായവിധി. അത് ഒരു നോഹയുടെ ആ കാലഘട്ടത്തെ ആ പെട്ടകത്തിലൂടെയുള്ള രക്ഷയെ സംബന്ധിച്ച് റാപ്ചറിൻ്റെ നിഴലായിട്ട് വേദപണ്ഡിതന്മാർ പറയുന്നു. മൂന്നാമത് യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ലോകത്തിലുള്ള ജനങ്ങളെ മൊത്തത്തിൽ ദൈവം ന്യായം വിധിക്കുന്ന ഒരു കാലം ദൈവജനത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞൊരു വേദഭാഗമാണ്. അത് ഇസ്രായേലിനോട് ബന്ധപ്പെട്ടാണ് പറയുന്നതെങ്കിലും നമുക്കറിയാം ഇസ്രായേലിന് അത് ബാധകമല്ല. കാരണം ഇസ്രായേലിൻ്റെയാണ് ദൈവം യഥാർത്ഥത്തിൽ മഹാപീഡനം അനുവദിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യാക്കോബിൻ്റെ കഷ്ടകാലമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് യഹൂദന്മാർക്ക് വരാൻ പോകുന്ന ദാനിയേൽ പ്രവചനത്തിലെ 70-ാം ആഴ്ചവട്ടം ശുദ്ധീകരണ കാലമാണ്. നമുക്കറിയാം അത് സഭയെ ബാധിക്കുന്ന കാര്യമല്ല, അത് യഹൂദനെ ബാധിക്കുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 പേരുടെ ഡെലിവറൻസ്, അഗ്നിക്കകത്തു നിന്നുള്ള വിടുതലിനെ റാപ്ചറിനോട് ഉപമിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു ഉദാഹരണം സാധാരണ പറയുന്നവർ മഹാപീഡനത്തിൽ കൂടെ സഭ കടന്നു പോകുന്നു പഠിപ്പിക്കുന്നവരും ഇതെടുക്കാറുണ്ട്. അവർ പറയുന്നത് മഹാപീഡന കാലത്ത് പീഡനം ലോകത്ത് നടക്കുമ്പോഴും സഭയെ ആ പീഡനം വേക്കാതെ കർത്താവ് അഗ്നിക്കകത്ത് സംരക്ഷിക്കുക. അതായത് ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ അഗ്നിക്കകത്ത് സംരക്ഷിച്ചതുപോലെ സഭയെ സംരക്ഷിക്കുമെന്നൊക്കെയാണ് അങ്ങനെയുള്ളവർ പഠിപ്പിക്കുന്നത്. അതിനകത്തൊന്നും ഒരു അർത്ഥമില്ലെന്ന് നമുക്കറിയാം. കാരണം
മഹാപീഡനം എന്ന് പറയുന്നത് ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുന്ന പരീക്ഷാകാലമാണ്. അന്ന് ലോകത്തിലുള്ള എല്ലാവരെയും അത് ബാധിക്കുന്ന കാര്യമാണ്. മാത്രമല്ല അന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടവരെല്ലാം രക്തസാക്ഷികളായിട്ടാണ് സ്വർഗ്ഗത്തിൽ ചെല്ലുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതന്ന് സഭ ഈ ലോകത്തിലുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് ഒരു വിവരക്കേടാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ഡയറക്റ്റ് വേഴ്സസ്, അതായത് ഉൽപ്രാവണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വളരെ വ്യക്തമായ ചില വേദഭാഗങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കാനായിട്ട് പോവുകയാണ്. അതിലൊന്നാമത്തെ വേദഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം. അവിടെ നമ്മൾ വായിക്കും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം സ്ഥിരമായ വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന്, പ്രത്യേകിച്ച് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഒന്ന്, ഈ വാക്യം പഠിപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് സഭയുടെ ഏറ്റവും ശുഭകരമായ ഒരു പ്രത്യാശയാണ്, അല്ലെങ്കിൽ സഭയുടെ ആശ്വാസമാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ മനോഹരമായ 2 പ്രഭാഷണങ്ങളാണ് നമുക്ക് സുവിശേഷങ്ങളിലുള്ളത്. അതിലൊന്ന് ഒലിവുമല പ്രഭാഷണമാണ്. അത് മത്തായി സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളാണ്. രണ്ടാമത്തേത് മാളികമുറി പ്രഭാഷണമാണ്. അതാണ് നമ്മളിവിടെ കാണുന്ന യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ. ഈ മാളികമുറി പ്രഭാഷണത്തിൽ കർത്താവ് പറയുന്ന വിഷയങ്ങളെല്ലാം ക്രൂശിന് മുമ്പുള്ള അവസാനത്തെ ആശ്വാസവാക്കെന്ന് വേണമെങ്കിൽ വേദപണ്ഡിതന്മാരതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ശിഷ്യന്മാർക്കായി സഭാസത്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അവരുടെ ഹൃദയകലക്കത്തിന് മാറ്റമുണ്ടാക്കുക എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ ലക്ഷ്യം. ഇവിടെ തുടങ്ങുന്ന തന്നെ നമുക്കറിയാം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങിപ്പോയതിൻ്റെ കാരണം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം പഠിച്ചാൽ 4 കാരണങ്ങളുണ്ട്. ഞാനതിലേക്ക് പോകുന്നല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കർത്താവ് അവരെ വിട്ടുപോകുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഹൃദയകലക്കത്തിൻ്റെ കാരണം. എല്ലാം വിറ്റ് എല്ലാം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിൻ്റെ കൂടെ അവർ ഇറങ്ങിത്തിരിച്ചത് യഹൂദന്മാരുടെ ഒരു വിശ്വാസമാണ് അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അല്ലാതെ പരിശുദ്ധാത്മാവ് വന്ന് പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ചതിന് ശേഷമാണ് അവരെക്കുറിച്ചുള്ള യഥാർത്ഥ ദൗത്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാകും. എന്നാൽ കർത്താവിൻ്റെ കൂടെ വന്നപ്പോൾ അവർ പലരും വിചാരിച്ചുകൊണ്ടിരുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടും അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്, അവർ പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് അവർ ചോദിക്കുന്നുണ്ട്, നീ ഈ കാലത്താണോ രാജ്യം യഥാസ്ഥാനത്താക്കുന്നത്? അപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് യഹൂദന്മാരുടെ യഥാർത്ഥ വിശ്വാസമായിരുന്നു, മശിഹ ലോകത്തിൽ വരും, മശിഹ ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കും. അങ്ങനെ ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ മശിഹയോടുകൂടെ ലോകഭരണത്തിൽ പങ്കാളിത്തം വഹിക്കാമെന്ന് വിചാരിച്ചാണ് ഈ ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂടെ വന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയെന്നല്ല അവർ പറഞ്ഞത്, ഞങ്ങൾ മശിഹയെ കണ്ടെത്തി. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം പ്രാപിച്ച് പരിശുദ്ധാത്മാവ് വന്ന് ആദ്യത്തെ സുവിശേഷ പ്രസംഗം പത്രോസ് നടത്തുമ്പോൾ അദ്ദേഹം മശിഹ എന്നുള്ള വാക്കൽ ഉപയോഗിക്കുന്നു. അവിടെ പറയുന്നത്, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു, അഭിഷക്തൻ എന്ന നിലയിൽ അവിടെ പത്രോസ് അവതരിപ്പിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ഹൃദയം പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കർത്താവ് പറയുമ്പോൾ അവരുടെ ഹൃദയം കലങ്ങി, കർത്താവ് അവരെ വിട്ടു പോകുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഹൃദയകലക്കത്തിൻ്റെ കാരണം. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ വീണ്ടും വരും. അതവർക്ക് ആശ്വാസമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഹൃദയകലക്കത്തിൻ്റെ ധാരാളം കാര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ മുമ്പിലുള്ളത്. രോഗങ്ങളാകാം, കഷ്ടങ്ങളാകാം, അപമാനങ്ങളാകാം, ദുരിതങ്ങളാകാം. നമുക്കറിയാമല്ലോ, നമ്മൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ 3 ശത്രുക്കളെയാണ് നമ്മൾ ഈ ഭൂമിയിൽ നേരിടേണ്ടി വരുന്നത്. ഒന്ന്, ലോകമെന്ന ശത്രു, ദൈവജനത്തെ നശിപ്പിക്കാനും ആത്മീകമായി നമ്മളെ തകർക്കാനും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാനുമായിട്ട് ലോകം പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. 2, നമ്മുടെ ശരീരമെന്ന ജഡം, നമ്മൾ പാപമംഗലമായൊരു ശരീരത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട അകത്തെ മനുഷ്യൻ ഉള്ളപ്പോൾ തന്നെ ആ പുറമേയുള്ള മനുഷ്യൻ ജഡമനുഷ്യനാണ്. ആ ജഡമനുഷ്യൻ വാസ്തവത്തിൽ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാൻ, വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്നാൽ 3ാമത്തെ ഏറ്റവും വലിയ ശത്രുവെന്ന് പറയുന്നത് പിശാചാണ്. അവൻ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. യോബിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ
അവൻ്റെ കയ്യിലേക്ക് യോബിൻ്റെ ഭവനത്തെ വിട്ടുകൊടുത്തപ്പോൾ എന്തൊക്കെയാണ് പിശാച് ചെയ്തതെന്ന് നമുക്കറിയാം. അവൻ്റെ സമ്പത്ത് നിമിഷ നേരം കൊണ്ട് നശിപ്പിച്ചു. അവൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന അവൻ്റെ മക്കളെ അവനിൽ നിന്ന് മാറ്റി. അവന് മാരകമായ രോഗം, ഇൻക്യൂറബിൾ ഡിസീസ് വരുത്തി. അവൻ്റെ ഭാര്യ അവനെ തള്ളിപ്പറഞ്ഞു. സഹോദരന്മാർ, സുഹൃത്തുക്കൾ അവനെ തള്ളിപ്പറഞ്ഞു. ദൈവമൊഴികെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്ന ഭയാനകമായ ദുരന്തത്തിലേക്ക് യോബ് കടന്നു പോകേണ്ടി വന്നു. എന്നാൽ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് യോബിനെ കടത്തിവിട്ടത് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം ആ പരീക്ഷയ്ക്കൊടുവിൽ വിജയിക്കും യോബ് എന്ന് കാണുന്നത് യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുന്ന പോലെ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷമെന്നാണ് വായിക്കുന്നത്. അപ്പോൾ യോബിനെ ആ പരീക്ഷണങ്ങളിലൂടെ കടത്തിവിട്ടവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യോബ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ദൈവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ പരീക്ഷണ ഘട്ടങ്ങളിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ്, ഈ കഷ്ടതകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടുള്ളൂ. എന്നാൽ ഞാനിപ്പോൾ എൻ്റെ സ്വന്തം കണ്ണാൽ എൻ്റെ ദൈവത്തെ കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനം നമുക്കറിയാൻ സാധിക്കുന്നത്. അതൊന്നും ഇല്ലാത്തപ്പോൾ ഒരുപക്ഷെ അക്ഷരത്തിലൂടെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഞാൻ 40 വർഷത്തെ എൻ്റെ സുവിശേഷ പ്രവർത്തന രംഗത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, കർത്താവിനെ അറിഞ്ഞത് മുതൽ എൻ്റെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എൻ്റെ മാത്രമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ നമുക്കിടയാകും. അതുകൊണ്ട് നമ്മുടെ ഹൃദയ കലക്കത്തിന് എപ്പോഴും സാധ്യതയുണ്ട്. കർത്താവ് പറഞ്ഞ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുമ്പോൾ ഞാൻ ലോകത്തെ ജയിച്ചു. എന്നാൽ നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, സ്വർഗത്തിലെ നമ്മുടെ ജീവിതം സുഖകരമാണ്. ഇമ്പങ്ങളുടെ പർദീസയിലാണെങ്കിലും കർത്താവിനോട് ചേർന്ന് സഭയെടുക്കപ്പെട്ട് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് കർത്താവിനോട് ജീവിക്കുന്ന ജീവിതമാണെങ്കിൽ എത്ര സന്തോഷകരമായ ജീവിതമാണ്. ആ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ആ പളുങ്ക് നദീതീരത്ത് നമുക്ക് എത്ര സന്തോഷമാണ്. രോഗമില്ലാത്ത, കഷ്ടമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, പാപ ജഡത്തിലല്ലാത്ത, ക്രിസ്തുവിൻ്റെ ശരീരത്തോട് അനുവുമായി രൂപാന്തരപ്പെട്ടൊരു ശരീരത്തിൽ നമ്മൾ സ്വർഗത്തിൽ ജീവിക്കുന്ന ജീവിതം എത്ര സന്തോഷകരമാണ്. അതുകൊണ്ട് എപ്പോഴും കർത്താവ് വന്ന് ആ സ്വർഗത്തിലേക്ക് പോകാനാണ് ഒരു ദൈവത്തിലാക്കി. ഞാനെപ്പോഴും അതാണ് ആഗ്രഹം. കാരണം ഈ ലോകത്തിലെ ജീവിതത്തിൽ കഷ്ടതകൾ മാത്രമാണ് ഇന്നും ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഷ്ടതകളിലൂടെ തന്നെ ദൈവം എന്നെ കടത്തിവിടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എൻ്റെ പ്രത്യാശ എനിക്ക് ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന വിഷയം പ്രത്യാശയുടെ വിഷയങ്ങളാണ്. അതെനിക്കുള്ളത് കൊണ്ടാണ് ഞാനത് പഠിപ്പിക്കുന്നത്. നമുക്കൊക്കെ ആ പ്രത്യാശ ജീവിതത്തിൽ ഉണ്ടാകണം. അവിടെ ഹൃദയ കലക്കത്തിനുള്ള മരുന്ന് എന്ന് പറയുന്നത് ഇതാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ വീണ്ടും വരും. ദൈവസഭയുടെ പ്രത്യാശയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ്. ഇവിടെ ആ വിഷയം പറയുമ്പോൾ കർത്താവ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, ദൈവത്തിൽ വിശ്വസിപ്പിൻ. ദൈവം എന്ന് പറഞ്ഞാൽ എലോഹീം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിയേക ദൈവത്തെ ഉൾക്കൊള്ളുന്ന എലോഹീം എന്നുള്ള വാക്കാണ് ദൈവം എന്ന വാക്കുകൊണ്ട് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് വിശ്വസിക്കണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞല്ലോ, 2000-ലധികം വാക്യങ്ങൾ കർത്താവ് മടങ്ങി വരുമെന്നുള്ളതിനെക്കുറിച്ച് നിവർത്തിക്കപ്പെടാനായിട്ട് കിടക്കുകയാണ്. അത് കർത്താവ് നിവർത്തിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കണം. പഴയ നിയമത്തിലെ ചില പ്രവചന ഭാഗങ്ങളൊക്കെ പുതിയ നിയമത്തിൽ നിവർത്തീകരിച്ച കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതിലേക്കൊന്നും പോയി സമയം നമ്മില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ്, ആ കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഈ തിരുവെഴുത്തിലെ വള്ളിപുള്ളിക്ക് പോലും മാറ്റം വരത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞത് ദൈവത്തിൽ വിശ്വസിപ്പിൻ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്നിലും വിശ്വസിപ്പിൻ. എന്താ എന്നിലും വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ, കർത്താവ് ഈ ലോകത്ത് കടന്നു വന്ന് 33 വർഷക്കാലം ഒരു മനുഷ്യനായി ഭൂമിയിൽ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ജീവിച്ചയാളാണ്. നമ്മുടെ ഭിത്തിയിലെ കലണ്ടർ എന്ന് പറയുന്നത് 2026 എന്ന് പറയുന്നത് അനോ ഡൊമിനി എന്ന് പറഞ്ഞാൽ ദ ഇയർ ഓഫ് ദ ലോഡ് എന്നാണ്. ഈ 2026 എന്ന് പറയുന്നത് കർത്താവിൻ്റെ വർഷമാണ്. അത് മനോരമ കലണ്ടർ ആയാലും മാതൃഭൂമി കലണ്ടർ ആയാലും ഏത് കലണ്ടർ ആയാലും ദ ഇയർ ഓഫ് ദ ലോഡ്, കർത്താവിൻ്റെ വർഷമെന്ന നിലയിലാണ് നമ്മളതിനെ കാണുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ് കർത്താവിൻ്റെ വരവ്. രണ്ടാമത് ഈ വേദഭാഗം പഠിപ്പിക്കുന്നത്, വീണ്ടും വരുന്നത് സ്വർഗീയ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ്. എന്തിനാണ് കർത്താവ് വരുന്നത്? അവിടെ പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം സ്ഥിരമായ വാസസ്ഥലങ്ങളുണ്ട്. ആ സ്ഥിരമായ വാസസ്ഥലം എന്ന് ഞാനവിടെ ഉപയോഗിക്കാൻ കാരണം മൊനെ എന്നുള്ള ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം വാസ്തവത്തിൽ സ്ഥിരമായ വാസസ്ഥലം എന്നുള്ളതിന് അവിടെ പറഞ്ഞിരിക്കുന്ന ഡെല്ലിങ് പ്ലേസ്, അബോർഡ്,
റൂം, അതുപോലെ തന്നെ മാൻഷൻസ്, ഇങ്ങനെയുള്ള പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സ്ഥിരമായ കൊട്ടാരങ്ങളുണ്ട്, വാസസ്ഥലങ്ങളുണ്ട്. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്ക് ചേർത്തുള്ളൂ. അപ്പം കർത്താവ് വരുന്നതിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം ഒരുക്കപ്പെട്ട സ്വർഗീയ പുതിയ യെരുശലേമിലേക്ക്, അല്ലെങ്കിൽ ഒരുക്കപ്പെട്ട സ്വർഗത്തിലേക്ക്, പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. തൻ്റെ സഭയെ, തൻ്റെ മണവാട്ടിയെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുക. പിതാവിനോട് പ്രാർത്ഥനകൾ പറയുന്നുണ്ടോ, ഞാൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളെ കർത്താവിനോടൊപ്പം ഇരുത്തുക. മണവാളനൊപ്പം മണവാട്ടി ഇരിക്കുന്നത് പോലെ, രാജാവിനൊപ്പം രാജ്ഞി ഇരിക്കുന്നത് പോലെ. അന്തഃപുരത്തിലെ രാജ്ഞി ശോഭാപരിപൂർണയാണ്, അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിച്ച് രാജസന്നിധിയിൽ പ്രവേശിക്കുമെന്ന് 45-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ സഭയെ സ്വർഗത്തിൽ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്. ഈ വാക്യം പഠിപ്പിക്കുന്നത്. മൂന്നാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വ്യക്തിപരമായ വരവാണ്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, അവിടെ മലയാളത്തിൽ അത് കൃത്യമല്ല, ഇംഗ്ലീഷ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു. അവിടെ മലയാളത്തിൽ ആ ഞാനൊന്നില്ല, പക്ഷേ ഇംഗ്ലീഷിൽ ഞാനൊന്നുണ്ട്. പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. കർത്താവ് തന്നെ സഭയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരിക. നമുക്കറിയാം, മഹത്വ പ്രത്യക്ഷ എന്ന് പറയുന്നത് സഭയുണ്ട്, ദൈവദൂതന്മാരുണ്ട്, വലിയൊരു സൈന്യങ്ങളുടെ അകമ്പടിയോടെയാണ് കർത്താവ് ലോകത്തിലേക്ക് വരുന്നത്. എന്നാൽ സഭയെ, തൻ്റെ മണവാട്ടിയെ സ്വീകരിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ആദ്യമായി അവൻ തനിയെ ഇറങ്ങി ഒരു ശിശുവായി ജനിച്ച് ജീവിച്ചതുപോലെ സഭയെ സ്വീകരിക്കാൻ സ്വർഗത്തിൽ നിന്ന് ആത്മമണവാളനായ കർത്താവ് ഇറങ്ങി വരികയാണ്. ആ വരവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഗ്രീക്ക് വാക്കിന് അതിൻ്റെ ഒരു അർത്ഥം, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ മണവാളൻ വന്ന് കൈപിടിച്ച് സ്വീകരിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ മണവാളൻ്റെ അടുക്കലേക്ക് തോഴ്മക്കാർ കൊണ്ടുവന്ന്, അല്ലെ അവൻ്റെ മണവാട്ടിയുടെ വീട്ടുകാർ മണവാളൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകും. മണവാളൻ തനിയെ ചെന്ന് ഈ പെൺകുട്ടിയെ കൈപിടിച്ച് സ്വീകരിക്കാൻ രണ്ടു വട്ടം ആളുകളും വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് യഹൂദന്മാരുടെ വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, വിവാഹ നിശ്ചയം കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാരനോട്, ഇന്നത്തെ കാലത്തല്ല, പണ്ട് പുരാതന കാലത്തെ കാര്യമാണ്, കർത്താവിൻ്റെ ദാസന്മാരൊക്കെ പഠിപ്പിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത്, ഈ വിവാഹ നിശ്ചയം കഴിയുമ്പോൾ ഈ മണവാളനോട് അവൻ്റെ പിതാവ് പറയും, നിനക്ക് നിൻ്റെ ഭാര്യയ്ക്ക് കൂടെ താമസിക്കാൻ ഒരു വീട് പണിയണം. അപ്പോൾ അവന് സന്തോഷത്തോടെ ഒരു ഭവനം പണിയാണ്. അങ്ങനെ ആ വീട് പണിതതിന് ശേഷം അവൻ വന്ന് പിതാവിനോട്, എൻ്റെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹം വിവാഹ പ്രഖ്യാപനം നടത്തുകയാണ്. 7 ദിവസം നീണ്ട വിവാഹ ചടങ്ങുകളാണ് യഹൂദന്മാരുടെ വിവാഹം എന്ന് പറയുന്നത്. അങ്ങനെ 7 ദിവസത്തിനുള്ളിൽ ഈ പെൺകുട്ടിയെ ഈ മണവാളൻ പോയി മണവാട്ടിയെ സ്വീകരിച്ച് മണവാളൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ മണവാളൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, മണവാളൻ വരുന്നു എന്നിങ്ങനെ ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അതിങ്ങനെ ഈ 120 മൈലുള്ള യെരുശലേം, യഹൂദിയ, ശമരിയ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലായിടത്തും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആ മണവാളൻ്റെ പേര് ചേർത്താണ് അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പോൾ ഈ മണവാളന് വേണ്ടി വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടി ആ ഗ്രാമത്തിൽ എവിടെയോ ഉണ്ട്. ആ പെൺകുട്ടിയുടെ വീട്ടുകാരത് കേൾക്കും. അവർ ആ പെൺകുട്ടിയെ ഒരുക്കി മണവാളൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ മണവാളൻ്റെ കൂടെ വരുന്ന തോഴ്മക്കാരും മണവാട്ടിയുടെ കൂടെ വരുന്ന തോഴ്മക്കാരും കുടുംബക്കാരും എല്ലാം ഒരു സ്ഥലത്ത് നിൽക്കും. എന്നിട്ട് ഈ മണവാളൻ തനിയെ ചെന്ന് മണവാട്ടിയെ സ്വീകരിച്ച് തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ചടങ്ങ് യഹൂദന്മാരുടെ വിവാഹത്തോട് ബന്ധപ്പെട്ടുണ്ട്. അതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് കർത്താവോട് പറയുന്നത്, ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സഭയ്ക്ക് എത്രമാത്രം ബഹുമാനമാണ് കർത്താവ് കൊടുക്കുന്നതെന്ന് നമുക്ക് വാക്കിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മൾ സാധാരണക്കാരായ പാവപ്പെട്ടവരായ നമ്മളോട് ദൈവം എത്രമാത്രം ആദരവാണ് കാണിക്കുന്നത്. നമുക്ക് വേണ്ടി അവൻ മരിച്ചു, നമ്മുടെ പാപങ്ങളെല്ലാം അവൻ പരിഹരിച്ചു എന്ന് മാത്രമല്ല, ആ സഭയെ എത്ര തൻ്റെ ഭാര്യ എന്ന നിലയിൽ, തൻ്റെ മണവാട്ടി എന്ന നിലയിൽ, വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടി എന്ന നിലയിൽ എത്ര ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടിയാണ് കർത്താവ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സഭയ്ക്ക് വേണ്ടിയുള്ള വരവാണ്. അതോടൊപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കട്ടെ. അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും, കൊരിന്ത്യർ വിശ്വാസികളോട് പറയുമ്പോൾ പൗലോസ് അവരുടെ ജീവിതത്തിൽ കുറേ കുറവുകളും പോരായ്മകളും എല്ലാം ഉണ്ട് 1-ാം ലേഖനത്തിൽ.
പക്ഷേ അതിലവർ മാനസാന്തരപ്പെട്ട് ജീവിച്ചവരാണ്. പക്ഷേ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ പൗലോസ് റാപ്ചറിനെ കുറിച്ച് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. അവിടെ പറയുന്നത്, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായ ഇവർക്കും നാം രൂപാന്തരപ്പെടും. സഭയൊന്നാകെ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ പോവുകയാണ്. കോടിക്കണക്കിന് ബ്രദർസഭ മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ക്രിസ്തുവിൻ്റെ സാർവത്രിക സഭയുടെ അംഗമായി തീർന്ന എല്ലാ വിശുദ്ധന്മാരും ഒരുമിച്ച് ആകാശവിധാനത്തിലേക്ക് കടന്നു പോവുകയാണ്. സഭ ഇതുവരെ നേരിട്ട പ്രതിസന്ധികൾ നമുക്കറിയാം. 1-ാം നൂറ്റാണ്ട് മുതൽ കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ, കഷ്ടതകളിലൂടെയാണ് സഭ കടന്നു പോകുന്നത്. കർത്താവ് പറഞ്ഞു, എന്നെ ഒരുവൻ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. കർത്താവിനെ അനുഗമിക്കുന്നത് നമ്മുടെ ഓരോ ജീവിതമാകുന്ന കുരിശ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നമുക്ക് ലോകം, ജഡം എന്ന് പറയുന്ന 3 ശത്രുക്കളെ നേരിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ അതെല്ലാം അവസാനിപ്പിച്ച് കണ്ണുനീരും ദുഃഖവും നിറഞ്ഞ ഭൂമിയിൽ നിന്ന്, രോഗങ്ങൾ നിറഞ്ഞ ഭൂമിയിൽ നിന്ന്, വളരെ ബലഹീനത നിറഞ്ഞ ഈ ഭൂമിയിൽ നിന്ന്, ബലഹീനമായ അവസ്ഥയിൽ നിന്ന് നമ്മളെ കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. മൺമയൻ്റെ പ്രതിമ ധരിച്ചുവെങ്കിൽ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. മണ്ണിൽ മറഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ മരിച്ചുപോയ നമ്മുടെ വിശുദ്ധന്മാർ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന, സ്വപ്നമായിരുന്ന, ആഗ്രഹമായിരുന്ന പലരും ഇന്ന് മണ്ണോട് മണ്ണ് ചേർന്നിരിക്കുകയാണ്. അവരെല്ലാം കാഹളം ധ്വനിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. നമ്മൾ വായിക്കുന്ന അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കാൻ പോവുകയാണ്. വെളിപ്പാട് ദിവസം നമ്മൾ വായിക്കുന്ന അവരവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം മായ്ച്ച് തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ഇനി ശാപം ഉണ്ടാകുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് കർത്താവിൻ്റെ മടങ്ങുവരവിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. ആ പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ ദിവസമായിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.